मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। എന്നെ കടിക്കുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കണ്ണ സാറേ, താഴെ വീഴും. എന്നെ കൊണ്ട് കവിത പറയിപ്പിക്കരുത് മഹാരാജാവേ. നീ വളർത്തിയ പട്ടി എങ്ങോട്ടെങ്കിലും പോട്ടെ. തൽക്കാലം ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ. അടികൈ. കേബിളിൽ കൂടെ നടക്കാണോ? ഇല്ല ഇല്ല, അതെങ്ങനെ നടക്കാൻ സാധിക്കും? ചിലപ്പോ ഈ കൊതുകുകൾ കടിച്ച കാരണം എന്റെ ബുദ്ധിയിൽ അങ്ങനെ തോന്നിയതായിരിക്കും. ഇല്ല ഇല്ല, അങ്ങനെ ആവാനും സാധ്യതയില്ല. കാരണം എനിക്ക് ബുദ്ധി തന്നെ ഇല്ലല്ലോ. കിടന്നുറങ്ങ് ഹണി. ബുദ്ധി ഒട്ടുമില്ലാത്ത നീ ആവശ്യമില്ലാതെ ആലോചിക്കുന്ന എന്തിനാ? അകത്ത് നല്ല ചൂടാ. ഇവിടെ തന്നെ കിടന്നുറങ്ങാം. ഹണി, നീ എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നേ? അകത്ത് നല്ല ചൂടായിരുന്നു, പിന്നെ കൊതുവും കടിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ തനിയെ പുറത്ത് കിടന്ന് ഉറങ്ങരുത്. ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് രാത്രി മോഷ്ടിക്കാൻ പോകുന്ന കള്ളന്മാരാ. സംശയമുണ്ടോ? അത് കന്നാ സാറായിരിക്കും. ഇന്നലെ അദ്ദേഹം കേബിളിലൂടെ നടന്ന് പോസ്റ്റിലൂടെ ഇറങ്ങി ഇരുട്ടത്ത് മറഞ്ഞുപോയി. നിനക്കെന്താ വട്ടു പിടിച്ചോ? ഖന്നാ സാർ എന്താ സർക്കസിലാണോ ജോലി ചെയ്യുന്നത്? കേബിളിൽ നടക്കാൻ നീ വല്ല സ്വപ്നത്തിലും കണ്ടതായിരിക്കും. എന്ത് പറ്റി കിറ്റി? ഇന്നലെ രാത്രി സാറ് 2-3 മണിക്കൂർ വരെ വീട്ടിലില്ലായിരുന്നു. കിറ്റി, നമ്മൾ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടിരിക്കുന്നു. രണ്ടുപേരും ഒരേ സ്വപ്നം കാണാൻ കഴിയില്ല. സംശയമുണ്ടോ? ഇതിൽ ടെൻഷൻ ആവാൻ എന്തിരിക്കുന്നു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നലെ രാത്രി എവിടെ പോയിന്ന്. പുള്ളി പറയുന്നു ഞാൻ വീട്ടിൽ പോയിന്ന്. കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനില്ല. പറയാണ് ഇത്രയും കുറഞ്ഞ ശമ്പളം കൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണോ അദ്ദേഹം മോഷ്ടിക്കാൻ തുടങ്ങിയത്? എന്ത്? ഒന്നുമില്ല, നീ പേടിക്കണ്ട. ഇന്ന് ഞങ്ങൾ ആ കാര്യം ഏറ്റെടുത്തോളാം. ഞങ്ങൾ നോക്കിക്കോളാം അയാൾ ഇന്ന് രാത്രി എവിടേക്കാ പോകുന്നതെന്ന്. ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ഹായ്. ഇന്ന് നമ്മൾ രണ്ടുപേരും റിലീസായി. ചേട്ടാ, പറയുന്നത് കൊണ്ട് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ എല്ലാ ബിസിനസ്സും നാശമായി പോയി. ഇപ്പൊ ജയിലിൽ സമ്പാദിച്ച 3000 രൂപ മാത്രമേ ഉള്ളൂ. നീ പേടിക്കണ്ട, ഇന്ന് രാത്രി തന്നെ കോടീശ്വരന്മാരാകും നമ്മൾ. അതെങ്ങനെ? എടാ, നമ്മുടെ ആ അമ്പലത്തിന്റെ പുറകിലുള്ള പഴയ പൊട്ടക്കിണറ്റിൽ ജയിലിൽ പോകുന്നതിന് മുമ്പ് കുറെ രത്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഓർമ്മയില്ലേ? അതെ, ആ കാര്യം ഞാൻ മറന്നുപോയി. ജയിലിലെ ഒരു ഡോണുമായി ഡീൽ ഓക്കെ ആയി. ഇന്ന് രാത്രി ലല്ലു തിയേറ്ററിൽ ഒരു നാടകത്തിനിടയിൽ നമുക്ക് ആ രത്നങ്ങൾ കൈമാറണം. അത് കഴിഞ്ഞാൽ പിന്നെ കോടീശ്വരന്മാരല്ലേ നമ്മൾ. ചേട്ടാ, പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. രാത്രിയാവാൻ പോവുകയാണ്. നമുക്ക് പോയി രക്തം എടുത്തുകൊണ്ടുവരാം. കന്നാ സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? കഴിഞ്ഞല്ലോ എന്റെ കൗമാരപ്രായം. നേടിക്കൊടുക്കും ഞാൻ എല്ലാവർക്കും ന്യായം. അടികൈ. ഇദ്ദേഹം ഉറക്കത്തി എണീറ്റ് നടക്കുകയാണല്ലോ. ഉറങ്ങാണെങ്കിൽ നമുക്ക് ഉണർത്താലോ? ഇല്ല, ഉറക്കത്തിൽ നടക്കുന്നവരെ ഒരിക്കലും എഴുന്നേൽപ്പിക്കാൻ പാടില്ല. ഇദ്ദേഹം ഉറക്കത്തിൽ വല്ല അബദ്ധവും കാണിച്ചാലോ? സംശയമുണ്ടോ? ഒരിക്കലും അനുവദിക്കരുത്. നമുക്ക് അദ്ദേഹത്തെ പിന്തുടരാം. വരൂ വേഗം.
ചേട്ടാ, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ ആർക്കാണ് രക്തം കൊടുക്കുക? കോഡ് വേർഡ് കൊണ്ട് തിരിച്ചറിയും നമ്മൾ. എന്താണ് ആ കോഡ് വേർഡ്? ചോക്ലേറ്റ് വലിച്ചെറിയണം. അതൊക്കെ നമുക്ക് പിന്നെ വലിച്ചെറിയാം. ആദ്യം കോഡ് വേർഡ് പറ. ചോക്ലേറ്റ് വലിച്ചെറിയണം, അതാണ് കോഡ് വേർഡ്. അപ്പൊ അവൻ പറയും എന്റെ വായിലോട്ട് വലിച്ചെറിഞ്ഞു. ചോക്ലേറ്റ് വലിച്ചെറിയണം. വെളിയിൽ ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിഞ്ഞോ? ഇതവനല്ല. ചോക്ലേറ്റ് വലിച്ചെറിയണം. ഒന്നും മിണ്ടായിരിക്കണോ? നാടകം തുടങ്ങാൻ പോവാ. ഇവരോ? എടാ, വാടാ, വേഗം ഒളിക്കണം. നമ്മൾ ഖന്ന സാർ ഇത് എവിടെ പോയി? ഇത് പണ്ട് കാലത്ത് നടന്ന ഒരു കഥയാണ്. രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം, തങ്ങളുടെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാനായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലം, പാവങ്ങൾക്ക് ദാനധർമ്മം രാജാവ് മഹാനായി മാറി. മാന്യമഹാജനങ്ങളെ, രാജാതിരാജൻ, രാജതിലകൻ, മഹാപരാക്രമി സൂര്യദേവ മഹാരാജൻ എഴുന്നള്ളുന്നു. രാജാവ് കന്നാ സാറാണ്. സംശയമുണ്ടോ? പക്ഷെ കന്നാ സാർ ബാങ്കിലല്ലേ ജോലി ചെയ്തിരുന്നത്? ഇടാ മരമണ്ട, നാടകത്തിൽ അദ്ദേഹം രാജാവാ. നമുക്ക് അദ്ദേഹത്തെ തടയണം. മൂത്തവരെ എതിർത്താൽ ദോഷം ചെയ്യും. ഇന്ന് നാം പാവങ്ങൾക്ക് ദാനം ചെയ്യും. അടികൈ. ഈ നാട്ടിൽ എവിടെയുമുണ്ട് പറങ്കി മാവ്. ഞാനാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജാവ്. അടികൈ. വൗ, അത്യുഗ്രൻ ഡയലോഗ്. ഇങ്ങോട്ട് വരൂ മഹാരാജൻ. ഇവർ ദരിദ്രരായ പ്രജകളാണ്. ദാരിദ്ര്യം പോലും ഇവരെ നോക്കി ചിരിക്കുകയാണ്. ഈ ദരിദ്രർക്ക് ദാനം നൽകി ദാരിദ്ര്യത്തെ നാണം കെടുത്തു. ചോക്ലേറ്റ് വലിച്ചെറിയണം. സീറ്റിന്റെ അടിയിലോട്ട് എടുത്തെറിയണോ? ഇവനല്ല, നിന്റെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാം. നമ്മൾ ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ചോക്ലേറ്റ് വലിച്ചെറിയണം. എന്റെ വായിലോട്ട് വലിച്ചെറിഞ്ഞോ? ഇവർ തന്നെയാ. പാലില്ലെങ്കിൽ എനിക്ക് നെയ്യ് തരൂ. ദരിദ്രവാസികളെല്ലാം മുന്നോട്ട് വരൂ. അടികൈ. സാർ ഉറക്കത്തിൽ അഭിനയിക്കുകയാണല്ലോ. മഹാരാജൻ, അങ്ങക്ക് വിശ്രമിക്കാനുള്ള സമയമായി. വേഗം വരൂ. ഇങ്ങോട്ട് വരൂ. അവരുടെ കൂടെ പോരുത്. എന്നെ അനുസരിക്കൂ. എന്നാ പിടിച്ചോ. ചോക്ലേറ്റ്സ് ആണ്. ആ 1 കോടി രൂപ ഇങ്ങതാ. ആ 1 കോടി രൂപയുടെ ചോക്ലേറ്റ്സോ? ആ എനിക്ക് വേണ്ട, നീ തന്നെ അങ്ങ് തിന്നോ. വരൂ, സ്റ്റേജിലേക്ക് പോകാം. നമ്മൾ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വേണം ഇരിക്കാൻ. നമ്മൾ അവിടെ ഇരുന്നില്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കയറി. ഈ സ്വർണ്ണ നാണയങ്ങൾ ഞാൻ ദാനം ചെയ്യാൻ പോകുന്നു. ഞങ്ങൾക്ക് തരൂ രാജാവേ. വളരെ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ. ഇതാ ചെറിയനും വലിയനും അല്ലേ കൊച്ചളിയാ? എടാ, ഇവർ രത്നങ്ങൾ സ്മഗ്ലിംഗ് ചെയ്യാൻ വന്നതാണ്. പിടിക്കൂ. ജനങ്ങൾ എന്തിനാണ് കൈയടിച്ച് ചിരിക്കുന്നത്? ഇവിടെ എന്റെ ദർബാറിൽ എന്താണ് നടക്കുന്നത്? അടികൈ.
ഇങ്ങോട്ട് വരൂ. മഹാരാജാവിന്റെ ദർബാറിൽ കള്ളൻ കയറി. അവരെ പിടിച്ച് മഹാരാജാവ് ശിക്ഷിക്കും. എനിക്ക് സർ സർ, ഇവർ രത്നങ്ങൾ സ്മഗ്ലിംഗ് ചെയ്യുകയായിരുന്നു. ഈഷ്, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, അതുകൊണ്ടല്ലേ വന്നത്. ചേട്ടാ, പറയുന്നത് കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കരുത്. രാവിലെ ജയിലിൽ നിന്ന് വന്നു, വൈകിട്ട് തിരിച്ചു പോകുന്നു. ഇവരെല്ലാവരും കാരണം പിന്നെ ജയിലിലേക്ക് പോകുന്നു നമ്മൾ. അഭിനയം എന്തായാലും കാലക്കി. അഭിനയോ? അതെ സാറേ, നിങ്ങൾ ഉറക്കത്തിൽ അഭിനയിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഉറക്കത്തിൽ നടക്കുന്ന രോഗമായിരുന്നു. സംശയമുണ്ടോ? കിണറ്റിൽ നിന്ന് വെള്ളം കോരണമെങ്കിൽ തൊട്ടിയും കയറും വേണം. ഇന്നത്തെ ഈ നാടകം കഴിഞ്ഞു, എല്ലാവരും അവരവരുടെ വീട്ടിൽ പോണം. അടികൈ.